ഏപ്രിൽ 1 ലോകമെങ്ങും ഏപ്രിൽ ഫൂൾ ആയാണ് ആചരിക്കുന്നത്. എന്നാൽ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത് ഒരു വിദേശ കൺസെപ്റ്റാണ്. നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ ആയി ആചരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യക്കാരുടെ ഓരോ ദിവസവും ഏപ്രിൽ ഫൂൾ ആയതിനാൽ. അതിനാൽ ഇപ്രാവശ്യത്തെ ഏപ്രിൽ 1 ഇന്ത്യക്കാർ അച്ഛേദിൻ ആയിട്ടാണ് ആചരിച്ചത്. മറ്റു ചിലർ അത് ജുംല ദിവസവുമായി ആചരിച്ചു. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ ഫൂൾ ദിവസം അച്ഛേദിൻ അല്ലെങ്കിൽ ജുംല ദിവസ് ആയി ആചരിക്കുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. വേറെ ചിലരാവട്ടെ ഏപ്രിൽ 1-ാം തീയതി അന്താരാഷ്ട്ര ഫേക്ക് ദിനമായാണ് ആചരിച്ചത്. മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യക്ക് ഏപ്രിൽ 1 ഈ 3 തരത്തിലുള്ള ദിവസങ്ങളായി ആചരിക്കുന്നത് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. അത് അച്ഛേദിൻ ആയാലും ജുംല ദിവസ് ആയാലും ഫേക്ക് ദിനം ആയാലും. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏപ്രിൽ 1 മാത്രമല്ല, കഴിഞ്ഞ 11 വർഷങ്ങളിലെ ഓരോ ദിവസവും ഇങ്ങനെയാണ് ഇന്ത്യക്കാർക്ക്. ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഫൂൾ എന്നത് ഒരു വിദേശ കൺസെപ്റ്റ് ആണ്. ഇന്ത്യയിൽ നമുക്ക് അതിനു പകരമായി അച്ഛേദിൻ ആണ് ഉള്ളത് എന്നാണ്. എന്തുകൊണ്ടും വളരെ അർത്ഥവത്തായ കാര്യമെന്ന് പറയാതെ വയ്യ. ഇവിടെ ഒരാൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫേക്കുജി എന്ന ബിസ്ക്കറ്റ് എത്രയോ ക്രിയേറ്റീവ് ആണ് എന്ന് ഓർക്കണം. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യക്കാരെ മോദി ഏപ്രിൽ ഫൂൾ ആക്കിയത് എന്നാണ്. ഇതിൽ മോദിയുടെ 4 വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. 1, വർഷം തോറും 2 കോടി വീതം തൊഴിൽ നൽകുമെന്നുള്ള ജുംല. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലയിൽ എത്തി എന്നുള്ളതാണ്. രണ്ടാമത്തേത് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നുള്ള ജുംല. മോദി ഭരണത്തിന് കീഴിൽ കർഷകർക്ക് ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെയാവുകയാണ് ഉണ്ടായത്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് കുത്തനെ വർദ്ധിച്ചു. മൂന്നാമത്തെ ഫേക്ക് പ്രോമിസ് അഴിമതി ഇല്ലാതാക്കും എന്നുള്ളത്. വാസ്തവത്തിൽ അഴിമതി 10 മടങ്ങായി വർദ്ധിക്കുകയാണ് മോദിയുടെ കീഴിൽ സംഭവിച്ചത്. നാലാമത്തേത് 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി പറഞ്ഞത് ഇന്ത്യക്കാരുടെ നല്ല ദിനങ്ങൾ വരാൻ പോവുകയാണ് എന്നാണ്. എന്നാൽ മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യ എന്ന ശക്തമായിരുന്ന രാജ്യത്തിന്റെ പ്രസക്തി പോലും ഇല്ലാതാവുകയാണ് ഉണ്ടായത്. ജനങ്ങൾക്ക് അച്ഛേദിനു പകരം രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ കേരള ട്വിറ്റർ ഹാൻഡിൽ പങ്കുവച്ചിരിക്കുന്ന കാര്യം വളരെ അർത്ഥവത്താണ് എന്ന് പറയാതെ വയ്യ. അവർ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഫൂൾ ദിനത്തിന്റെ ഔദ്യോഗിക ലോഗോവായി യുനെസ്കോ BJPയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ലോക ചരിത്രത്തിൽ വേറൊന്നിനും 100 കോടിക്കണക്കിന് ജനങ്ങളെ 10 വർഷത്തിലധികമായി ഇതുപോലെ വിഡ്ഢികളാക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഋതിക സിംഗ് എന്ന ട്വിറ്റർ യൂസർ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരവും അർത്ഥവത്തുമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: കമൽക ഫൂൽ, അതായത് താമരയുടെ പുഷ്പം. ഈ ഫൂൽ 2014 മുതൽ ജനങ്ങളെ വിഡ്ഢികൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂരജ് നായിക് എന്ന ട്വിറ്റർ യൂസർ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും ജുംല ദിവസത്തിന്റെ ഹാർദവമായ മംഗളാശംസകൾ എന്നാണ്. തന്മയ് എന്ന ട്വിറ്റർ യൂസർ പറഞ്ഞിരിക്കുന്നത് 2014 മെയ് 26 മുതൽ ഇന്ത്യക്കാർക്ക് ഓരോ ദിവസവും ഏപ്രിൽ ഫൂൾ ദിവസം ആണ് എന്നാണ്. പാർദിക് പട്ടേൽ എന്ന വ്യക്തി ഏപ്രിൽ ഫൂൾ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് വിവേകമില്ലാത്തവരുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 11 വർഷമായി വിഡ്ഢികളായി നിലനിന്നുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് പരസ്പരം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. കഴിഞ്ഞ 11 വർഷങ്ങളിലെ മോദിയുടെ പ്രധാനപ്പെട്ട ജുംലകൾ ഇവയൊക്കെയാണ്. 100 ദിവസം കൊണ്ട് വിദേശങ്ങളിലെ കള്ളപ്പണം തിരികെ കൊണ്ടുവരും. നോട്ട് നിരോധനം വഴി കള്ളപ്പണം പൂർണ്ണമായി ഇല്ലാതാക്കും. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് പുതിയ ഒരു നിയമമുണ്ടാക്കി അതുവഴി ഓരോ ഇന്ത്യക്കാരന്റെ പോക്കറ്റിലും 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും. വിലക്കയറ്റം ഇല്ലാതാക്കും. രൂപയെ ശക്തമാക്കി ഡോളറിനെതിരെ 40 രൂപ എന്ന നിലയിൽ എത്തിക്കും. 2022 100 സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കും. 2022 എല്ലാ ഇന്ത്യക്കാർക്കും വീട് നിർമ്മിച്ചു നൽകും. 2022 ഗംഗയെ പരിപൂർണമായി ശുദ്ധമാക്കും. 2024 ഇന്ത്യയെ 5 ട്രില്യൺ എക്കോണമിയാക്കി മാറ്റും. വർഷം തോറും 2 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കും. രാജ്യം മൊത്തം
ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ട് നിറയ്ക്കും. പെട്രോളിന്റെ വില ലിറ്ററിന് 40 രൂപയാക്കി കുറയ്ക്കും. ഗ്യാസ് സിലിണ്ടറിന്റെ വില 400 രൂപയായിരുന്നത് 250 കുറയ്ക്കും. ഇതൊക്കെയായിരുന്നു മോദിയുടെ വാഗ്ദാനങ്ങൾ. ഇതിൽ ഒരെണ്ണമെങ്കിലും നടപ്പിലായിരുന്നുവെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ മോദി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. ഇതുപോലെ ജനങ്ങളെ മണ്ടന്മാരാക്കിയ വേറൊരു ഭരണകൂടം ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാണ്. ജനങ്ങൾക്ക് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകിയ മോദിക്ക് അതിൽ ഒന്നുപോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി തന്റെ മന്ദഭക്തർക്ക് മുന്നിൽ ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്. കാരണം മോദിക്കറിയാം, മോദി എന്ത് ജുംല പറഞ്ഞാലും മന്ദഭക്തർ ഒരു മടിയും കൂടാതെ മോദിയെ പിന്തുണച്ചുകൊണ്ടിരിക്കും എന്ന്. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ലവലേശം പോലുമില്ല. ഏതായാലും ഈ ഏപ്രിൽ 1 വിദേശികളുടെ കോൺസെപ്റ്റായ ഏപ്രിൽ ഫൂൾ ദിനമായി ആചരിക്കാതെ ജുംല ദിവസവും ഫേക്കു ദിവസവും അച്ഛേദിനുമായി ആചരിച്ച വിവേകമുള്ള ഇന്ത്യക്കാരെ സമ്മതിക്കാതെ വയ്യ.